ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിരുവാതിരൻ്റെ മുമ്പ് ഞങ്ങളുടെ ആൾക്കാർ ഒരു പൂജ ചെയ്യും. ആ പൂജയെക്കുറിച്ചിട്ടാണ് കേട്ടോ ഒന്ന് പറയാൻ പോകുന്നത്. പൂജയ്ക്ക് വേണ്ടിയിട്ട് ചെറുപയർ വറുത്തെടുത്തു. ഇനി കായും ചേനയാണ് കേട്ടോ നമ്മൾ ചെറുപയറിൻ്റെ കൂടെ ഇട്ടിട്ട് വെക്കുന്നത്. ഇതാ കുക്കറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി, കുറച്ച് എണ്ണയും ചേർത്തു. ഇതാ ചെറുപയർ കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊരു 6 വിസിലൊക്കെ ചെറുപയർ വേണ്ടി വരും. അതുകൊണ്ട് ചെറുപയർ തനിയെ വേവിക്കുകയാണ് കേട്ടോ. കഷ്ണങ്ങൾ നമ്മൾ വേറെ കേട്ടോ വേവിച്ചെടുക്കുന്നത്. ചെറുപയറിൻ്റെ കൂടെ തന്നെ ഇടും. ഞാൻ അതിലേക്ക് വേണ്ടി നാളികേരം നമ്മളിതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നാളികേരം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതാ ചെറുപയർ വെന്ത് കഴിഞ്ഞു. അതിലേക്ക് കഷ്ണങ്ങൾ ചേർക്കുകയാണ്. അത് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഒരു 2 വിസിൽ മതി കേട്ടോ. 2 വിസിൽ വരുവോളം നമ്മൾ അടച്ച് വെക്കുകയാണ്. കഷ്ണം വേകുമ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ പൂജയ്ക്ക് ഏറ്റവും സ്പെഷ്യലാണ് ഇഡ്ഡലിയും കൂട്ടുകറിയും പണിയാരും കേട്ടോ. ഇത് ഉണ്ടാക്കി ഞങ്ങൾ പൂജ കഴിച്ചതിൻ്റെ ശേഷം തിരുവാതിര വരെ ഞങ്ങൾ നോൽമ്പിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്നൊന്ന് കമൻറ്റിൽ പറയണേ. ഇഡ്ഡലി ഇതാ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നാളികേരം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു ചെറിയ തിള വന്നാൽ നമുക്ക് പിന്നെ വറുത്തിടാം കേട്ടോ. വറുത്തിടാതെ എണ്ണ ഒഴിച്ചു. കുറച്ച് കടുക്, ഒരു സ്പൂണ് ജീരകം, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. വറുത്തിട്ടു കേട്ടോ കറിയിലേക്ക്. കറി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പച്ചരി അരച്ചെടുക്കുകയാണ് കേട്ടോ. മുറ്റത്ത് കോലിടാനായിട്ട് കോലിട്ടുകൊണ്ടിരിക്കുകയാണ്. കോലിട്ടതിൻ്റെ ശേഷം നമ്മൾ പൂജാ സാധനങ്ങൾ ഈ കോലത്തിൻ്റെ മീതെ കൊണ്ട് വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക കേട്ടോ. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. പൂജ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. പൂജ കഴിക്കണോ. ഈ പൂജ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 10 ദിവസം തിരുവാതിര വരെ ഞങ്ങൾ നോൽമ്പിലായിരിക്കും കേട്ടോ. ഇറച്ചി മീനൊന്നും കൂട്ടില്ല. ഇത് മംഗല്യ പൂജ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും കേട്ടോ. മംഗല്യ പൂജ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ പൂജ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൂജ കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് തിരുവാതിരയ്ക്ക് വീട്ടിൽ നിന്ന് തിരുവാതിരക്കോട് കൊണ്ടുവരും കേട്ടോ. അത് വെച്ചിട്ടാണ് ഞങ്ങൾ തിരുവാതിരയ്ക്ക് പൂജിക്കുന്നത്. അപ്പോൾ തിരുവാതിരയുടെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും കേട്ടോ ഗായ്സ്.